അമേരിക്കയിലെ ലൂസിയാനയിൽ നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകം. സ്വന്തം മക്കളടക്കം 8 കുട്ടികളെ അച്ഛൻ വെടിവെച്ച് കൊലപ്പെടുത്തി. ആക്രമണത്തിന് ശേഷം വാഹനം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നു. ലൂസിയാന സംസ്ഥാനത്തെ ഷ്രീവ്പോർട്ടിൽ ഞായറാഴ്ച പുലർച്ചെ 5:30യോടെയാണ് അമേരിക്കയാകെ കണ്ണീരിലാഴ്ത്തിയ ദാരുണ സംഭവം അരങ്ങേറിയത്. 31-കാരനായ ഷമാൽ എൽക്കിൻസ് എന്നയാളാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ട 8 കുട്ടികളിൽ 7 പേരും ഇയാളുടെ സ്വന്തം മക്കളാണ്. 1.5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുരുന്നുകളാണ് അക്രമിയുടെ തോക്കിനിരയായത്. ഗാർഹിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഷ്രീവ്പോർട്ടിലെ 3 വ്യത്യസ്ത വീടുകളിലായാണ് അക്രമി വെടിയുതിർത്തത്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ചില കുട്ടികളുടെ അമ്മയുൾപ്പെടെ 2 സ്ത്രീകൾക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം വാഹനം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്നെത്തിയ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വാഹനത്തിൽ നിന്നും ആയുധവുമായി പുറത്തിറങ്ങിയ പ്രതിയെ കീഴ്പ്പെടുത്താൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷത്തിനിടെ അമേരിക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയ വെടിവെപ്പാണ് ഷ്രീവ്പോർട്ടിലേതെന്ന് ഗൺ വയലൻസ് ആർക്കൈവ് റിപ്പോർട്ട് ചെയ്യുന്നു. തികച്ചും ഹൃദയഭേദകമായ സംഭവമാണിതെന്ന് ഷ്രീവ്പോർട്ട് മേയറും ലൂസിയാന ഗവർണറും പ്രതികരിച്ചു. US ജനപ്രതിനിധി സഭ സ്പീക്കർ മൈക്ക് ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.